ശ്രീ യു ആർ പ്രദീപ്. സർ, എൻ്റെ മണ്ഡലമായ ചേലക്കരയിൽ 4 പഞ്ചായത്തുകൾ പഴയന്നൂർ, ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്ന പ്രദേശങ്ങളിൽ ഏകദേശം 45 കിലോമീറ്റർ വനാതിർത്തി ചേർന്ന് ജനവാസ കേന്ദ്രമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് വനാതിർത്തി. അവിടെ ഈ അടുത്ത കാലത്ത് ആനശല്യം വല്ലാതെ കൂടി വന്നിട്ടുണ്ട് സർ. ഇവിടെ നമുക്ക് അറിയാം, തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ഈ കുതിരാൻ തുറന്നപ്പോൾ അതുവഴി പഴയ റോഡ് വഴി വരുന്ന ഈ പീച്ചിയിൽ നിന്ന് മച്ചാട് മേഖലയ്ക്ക് ആനകൾ കടന്ന് ഇപ്പോൾ എൻ്റെ മണ്ഡലമായ ചേലക്കരയും തൊട്ടടുത്ത വടക്കാഞ്ചേരിയും വലിയ തോതിലാണ് സാർ ഈ ആനശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇന്നലെയും വന്നിട്ടുണ്ട്, മിനിഞ്ഞാന്നും. അങ്ങനെ കൃഷിയും അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ പേടിയോടുകൂടിയാണ് സാർ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഈ 2001 മുതൽ ആനശല്യം ഇപ്പോൾ വരാൻ തുടങ്ങി. അത് മുമ്പേ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെ അതിൻ്റെ ഉപയോഗമില്ല എന്ന് പറഞ്ഞ് പീച്ചി മേഖലയ്ക്ക് മാറ്റുകയുണ്ടായി. ജീവനക്കാരെല്ലാം പുനർവിന്യസിക്കുകയുണ്ടായി. അപ്പോൾ വീണ്ടും അവിടെ അത് പുനഃസ്ഥാപിച്ച് തരണം എന്നാണ് സാർ എൻ്റെ ഒരു ആവശ്യം. ജനങ്ങളുടെ സ്വത്തിനും ജീവനും എല്ലാം വലിയ തോതിൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നാം നല്ലപോലെ ഇടപെടാൻ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനപ്പെട്ട മെമ്പർ ഉന്നയിച്ച വിഷയം വളരെ പ്രസക്തമാണ് സർ. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനാധാരമായ കാരണമെന്ന് പറയുന്നത് കുതിരാൻ ടണൽ വന്നപ്പോൾ അന്നേരം തന്നെ ഇങ്ങനൊരു ആന ഇപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടെ റെയിൽ ഫെൻസ് ഇടണമെന്നൊരു ചർച്ചയും നിർദ്ദേശവും നടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് റെയിൽ ഫെൻസ് ഇടണ്ട എന്ന് തീരുമാനിച്ചു. ആനത്താര അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്തു സർ, 14 ആനകൾ ഇപ്പുറത്ത് വന്ന് ആ 14 ആനകളാണ് ജനവാസ മേഖലയിലേക്ക് കിടക്കുന്നത്. 2 എണ്ണം ഈ നേരത്തെ റെയിൽ ഫെൻസ് ഇടണ്ടാൻ തീരുമാനിച്ചിട്ട് പിന്നെ സോളാർ ഫെൻസിങ് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 32.8 കിലോമീറ്റർ സോളാർ ഫെൻസ് ഇട്ട് അന്നേരത്തേക്കിന് 14 ആന ഇപ്പുറത്ത് ജനവാസ മേഖലയിലാണ്. 2 എണ്ണത്തിനെ മാത്രമേ ഇതുവരെ തിരിച്ചയക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരു 30 കിലോമീറ്ററുടെ റെയിൽ ഫെൻസ് അവിടെ സോളാർ ഫെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഇട്ട സോളാർ ഫെൻസ് ഡൗൺ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് വല്ലതും നടത്തി നോക്കാം. അങ്ങനെ മാത്രമേ ആനയെ തുരുത്തി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് തന്നെയാണ് സർ അവിടെ ഈ പീച്ചിയിലേക്ക് സ്വാഭാവികമായി വനവിസ്തൃതി കൂടുതൽ പീച്ചിയിലായതുകൊണ്ട് പീച്ചിയിലേക്ക് 3 സ്റ്റേഷനുകൾ മാറ്റി. ഇപ്പോൾ താൽക്കാലികമായ ഒരു RRT സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാൻ ഒക്കുമെന്നുള്ള ഒരു സ്റ്റേഷൻ അങ്ങോട്ട് തുടങ്ങുന്നു. അതല്ല ഇതിന് പരിഹാരം. നമുക്കിത് ആനയെ തിരിച്ചോടിക്കണം. അതിനുള്ള മാർഗത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്.